കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഭയിലെ നീതി ദൈവജനത്തിന്റെ സേവനത്തിനായുള്ള ശുശ്രൂഷ. മാർപ്പാപ്പ അപ്പസ്തോലിക് പാലസിലെ പേപ്പൽ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി. മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് മാർപ്പാപ്പ. ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി മോൺസിഞ്ഞർ ജോഷി പൊട്ടയ്ക്കൽ അഭിഷിക്തനായി. സമുദായത്തിന് അർഹിക്കുന്ന പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാകണം. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. വാർത്തകൾ വിശദമായി. സഭയിലെ നീതി ദൈവജനത്തിന്റെ സേവനത്തിനായുള്ള ശുശ്രൂഷ. മാർപ്പാപ്പ. സഭയിലെ നീതി എന്നത് കേവലം മാനദണ്ഡത്തിന്റെ സാങ്കേതിക വ്യായാമമല്ല, മറിച്ച് ദൈവജനത്തിന്റെ സേവനത്തിനായുള്ള ശുശ്രൂഷയാണെന്ന് ലിയോ 14 പാപ്പ. നിയമപരമായ കഴിവിന് പുറമെ ജ്ഞാനം, സന്തുലിതാവസ്ഥ, ദാനധർമ്മത്തിൽ അധിഷ്ഠിതമായ സത്യത്തിനായുള്ള നിരന്തരമായ അന്വേഷണം എന്നിവ ഇതിനാവശ്യമാണ്. യഥാർത്ഥ നീതി ആളുകളെ ഒന്നിപ്പിക്കുന്ന, ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചിട്ടയായ സഹവർത്തിത്വം സാധ്യമാക്കുന്ന പരസ്പര വിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. മാർപ്പാപ്പ അപ്പസ്തോലിക് പാലസിലെ പേപ്പൽ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി. മാർച്ച് 14 മുതൽക്കാണ് പാപ്പ പുതിയ താമസം ആരംഭിച്ചത്. മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതിയാണ് അപ്പസ്തോലിക് പാലസ്. 2013 മുതൽ അപ്പസ്തോലിക് പാലസ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ സാന്താ മാർത്തയിലാണ് താമസിച്ചിരുന്നത്. ബെനഡിക്ട് 16 പാപ്പയാണ് അപ്പസ്തോലിക് പാലസിൽ അവസാനം താമസിച്ച മാർപ്പാപ്പ. കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രീൻ ഓഫ് ദി ഫെയ്ത്തിന്റെ അപ്പാർട്ട്മെന്റിലാണ് കഴിഞ്ഞ 10 മാസമായി ലിയോ 14 പാപ്പ താമസിച്ചിരുന്നത്. അപ്പസ്തോലിക് പാലസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് പാപ്പ അവിടേക്ക് താമസം മാറിയത്. മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് മാർപ്പാപ്പ. മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തൽ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ലിയോ 14 പാപ്പ. സംവാദത്തിന്റെ വാതിലുകൾ തുറക്കണം. അക്രമം ഒരിക്കലും നീതിയിലേക്കോ സമാധാനത്തിലേക്കോ നയിക്കുകയില്ല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ ക്രൈസ്തവരുടെയും നാമത്തിലാണ് പാപ്പ അഭ്യർത്ഥന നടത്തിയത്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആഞ്ചലസ് പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു പാപ്പയുടെ ഈ അഭ്യർത്ഥന. ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി മോൺസിഞ്ഞർ ജോഷി പൊട്ടയ്ക്കൽ അഭിഷിക്തനായി. ജർമ്മനിയിലെ ഏറ്റവും പഴയ രൂപതകളിലൊന്നായ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി നിയമിതനായ മലയാളി വൈദികൻ മോൺസിഞ്ഞർ ജോഷി പൊട്ടയ്ക്കലിന്റെ മെത്രാഭിഷേകം നടന്നു. മൈൻസ് രൂപതയുടെ കത്തീഡ്രലായ സെന്റ് മാർട്ടിൻ ആൻഡ് സ്റ്റീഫൻ ദേവാലയത്തിലായിരുന്നു മെത്രാഭിഷേക ചടങ്ങുകൾ. തിരുക്കർമ്മങ്ങൾക്ക് മൈൻസ് രൂപത മെത്രാൻ ഡോക്ടർ പീറ്റർ കോൾഗ്രാഫ് മുഖ്യ കാർമ്മികനായിരുന്നു. മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉൾപ്പെടെ വിവിധ മെത്രാന്മാരും മലയാളി വൈദികരും ചടങ്ങിൽ പങ്കെടുത്തു. സമുദായത്തിന് അർഹിക്കുന്ന പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാകണം. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സംഭരണമില്ലാത്ത സമുദായത്തിന് അർഹിക്കുന്ന പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സമുദായ ശക്തീകരണം രാഷ്ട്രപുരോഗതിക്ക് എന്ന മുദ്രാവാക്യവുമായി അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മവാർഷിക സമ്മേളനം കണ്ണൂർ പോലീസ് മൈതാനിയിലെ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി നഗറിൽ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മുഖ്യപ്രഭാഷണവും ബിഷപ്പ് ലെഗേറ്റ് മാർ റെമിഞ്ചിയോസ് ഇഞ്ചനാനിയിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ, പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, ആർച്ച് ബിഷപ്പ് എമരിറ്റസ് മാർ ജോർജ് ഞരളക്കാട്ട് എന്നിവർ സന്ദേശങ്ങൾ നൽകി. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.